അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. വിശുദ്ധ ഖുർആനിൽ 4 അധ്യായങ്ങളിൽ പരാമർശിക്കുന്ന ചരിത്രമാണ് സൗദി അറേബ്യയിലെ അൽ ഊല മദായിൻ സാലിഹ്. സാലിഹ് നബിയുടെയും ദൈവകോപത്താൽ നശിപ്പിക്കപ്പെട്ട സമൂദ് ഗോത്രത്തിൻ്റെയും കുറിച്ചാണ് ഈ ചരിത്രഭൂമി ഇന്നും അവശേഷിക്കുന്നത്. ഒട്ടോമൺ എന്നും ഹെഗ്ര എന്നും ഈ സ്ഥലത്തിന് നാമകരണമുണ്ട്. പാറ തുറന്ന് വീടുണ്ടാക്കിയ നഫ്സികളുടെ വാസസ്ഥലമായിരുന്നു മദായിൻ സാലിഹ്. 5ലേറെ പുരാതന സമൂഹങ്ങളുടെ ചുറ്റിപ്പറ്റി നിൽക്കുന്ന ഈ പ്രദേശമാണ് അൽ ഊല. മദായിൻ സാലിഹ് ഉൾപ്പെടുന്ന അൽ ഊല ഇതിലാണ്. മദായിൻ സാലിഹ് എന്നാൽ സാലിഹ് നബിയുടെ നഗരം എന്നാണ് അറിയപ്പെടുന്നത്. ജിദ്ദയിൽ നിന്നും ഏകദേശം 800 കിലോമീറ്ററോളം സഞ്ചരിച്ചാൽ നമുക്ക് അൽ ഊലയിൽ എത്തിപ്പെടാൻ കഴിയും. അൽ ഊലയിൽ നിന്നും 22 കിലോമീറ്റർ സഞ്ചരിച്ചാൽ നമുക്ക് മദായിൻ സാലിഹിലെത്താം. ഹിജ്റ എന്നെല്ലാം അറിയപ്പെടുന്ന ഈ ഭാഗത്താണ് മദായിൻ സാലിഹ് സ്ഥിതി ചെയ്യുന്നത്. അകത്ത് ചരിത്രങ്ങൾ ചുറ്റുപിണഞ്ഞ് നിൽക്കുന്നത് 13 കിലോമീറ്റർ ഈ ചരിത്രഭൂമിയുടെ ചുറ്റളവ്. സാലിഹ് നബിയുടെ സമൂദ് വംശം നശിപ്പിക്കപ്പെട്ട സ്ഥലം. ഇവിടെ അറിയപ്പെടുന്ന അറേബ്യയിൽ അതിപുരാതന ഗോത്രമായിരുന്നു സമൂദ്. പാറകൾ വീടുകൾ കൊത്തി എടുക്കുന്ന അതിവിദഗ്ധർ. സമൂദ് ഗോത്രത്തിലേക്ക് നിയോഗിക്കപ്പെട്ട പ്രവാചകനായിരുന്നു സാലിഹ് നബി അലൈഹിസ്സലാം. സാമ്പത്തികമായും ഒരുപാട് മുൻപന്തിയിൽ നിന്നിരുന്ന ജനത പാപങ്ങളോടും സാധുക്കളോടും ഒരിക്കലും കരുണ കാണിച്ചിരുന്നില്ല. നിഷേധികളും ധിക്കാരികളുമായിരുന്നവർ. ജനതയെ നേർമാർഗത്തിലേക്ക് ക്ഷണിച്ചെങ്കിലും അവർ വരാൻ കൂട്ടാക്കിയില്ല എന്ന് ഖുർആൻ പറയുന്നു. ആ ജനത ആവശ്യപ്പെട്ട പ്രകാരം അള്ളാഹുവിൻ്റെ ദൃഷ്ടാന്തം ആ ജനതയ്ക്ക് മുമ്പിലേക്ക് കൊണ്ടുവന്നിട്ടും അവർ വിശ്വസിക്കാൻ തയ്യാറായില്ല. അവർ ഭീമാകാരമായ ഒരു പാറയെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ആ പാറക്കകത്ത് നിന്നും ഒരു പെണ്ണൊട്ടകത്തെയും അതിൻ്റെ കുഞ്ഞിനെയും പുറത്തെടുത്താൽ ഞങ്ങൾ നിന്നിൽ വിശ്വസിക്കാമെന്ന് സാലിഹ് നബി അലൈഹിസ്സലാമിനോട് അവർ പറഞ്ഞു. സാലിഹ് നബി അലൈഹിസ്സലാം സുജൂദിൽ വീഴുകയും സുജൂദിൽ എഴുന്നേറ്റ് ചൂണ്ടിയ പാറയിൽ നിന്നും പെണ്ണൊട്ടകവും കുഞ്ഞും ഇറങ്ങി വരുന്ന കാഴ്ചയാണ് പിന്നീട് കാണാൻ കഴിഞ്ഞത്. പക്ഷേ അവർ ഈ ദൃഷ്ടാന്തം കണ്ടപ്പോഴും പിന്നെയും അവർ വിശ്വസിക്കാൻ തയ്യാറായില്ല. അങ്ങനെ ഒരുപാട് പ്രത്യേകതകളുള്ള ഒരു ഒട്ടകമായിരുന്നു അത്. ആ ഒട്ടകം ധാരാളം വെള്ളം കുടിക്കുമായിരുന്നു. ആ പ്രദേശത്ത്, ആ സമൂഹത്തിൽ, ആ ജനതയിലുണ്ടായിരുന്ന ആൾക്കാരുടെ മുഴുവൻ ഒട്ടകങ്ങളും വെള്ളം കുടിച്ചിരുന്നത് ഒരു ജലസംഭരണിയിൽ നിന്നായിരുന്നു. ആ മുഴുവൻ ഒട്ടകങ്ങളും വെള്ളം കുടിച്ചാലും പിന്നെയും ബാക്കി വരുമായിരുന്ന ആ ജലസംഭരണിയിൽ നിന്നും സാലിഹ് നബി അലൈഹിസ്സലാമിൻ്റെ ഒട്ടകം ഒറ്റയ്ക്ക് ആ വെള്ളം കുടിച്ചു തീർക്കുമായിരുന്നു. അങ്ങനെ സാലിഹ് നബി അലൈഹിസ്സലാമിന് ഒരു നിബന്ധന വെച്ചു. ആ നിബന്ധനയിൽ